ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ആരംഭിച്ചു. ജനുവരിയിലോ ഫെബ്രുവരിയിലോ കമ്മീഷൻ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. കേരളം പതിറ്റാണ്ടുകളായി കണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. ഇനിയുള്ളത് ഔദ്യോഗിക കമ്മീഷനിംഗ് എന്ന ചടങ്ങ് മാത്രം. ജൂലൈയിൽ ആരംഭിച്ച ട്രയൽ റണ്ണിന്റെ ഓരോ ദിവസവും നാഴികക്കല്ലായി. ആദ്യ കപ്പൽ സാൻ ഫെർണാണ്ടോ മുതൽ 70ഓളം വലുതും ചെറുതുമായ കപ്പലുകൾ എത്തി. ദക്ഷിണേഷ്യയിൽ വന്ന ഏറ്റവും വലിയ കപ്പലായി MSCയുടെ ക്ലൗഡ് ഗ്രാഡറ്റ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. വെറും 4 മാസം കൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ 300 മടങ്ങ് കൂടുതലായി 1,00,000 TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനായി. 2019 പൂർത്തിയാക്കേണ്ടിയിരുന്ന തുറമുഖം 2024 കമ്മീഷൻ ചെയ്യുന്നത് നിയമപരമാക്കാൻ സപ്ലിമെന്ററി കൺസഷൻ കരാറും ഒപ്പിട്ടു. ഇതോടെ തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണം 2028 അദാനി പോർട്സ് പൂർത്തിയാക്കണം. 2034 മുതൽ തുറമുഖത്ത് നിന്ന് കേരളത്തിന് വരുമാനം ലഭ്യമായി തുടങ്ങും. പ്രതിപക്ഷം 45 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ സവിശേഷത. കമ്മീഷനിംഗ് 2 മാസം കൂടി വൈകുമെങ്കിലും കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ആരംഭിച്ച് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കാനാണ് തീരുമാനം. ജനം, തിരുവനന്തപുരം.